അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള 6 മെത്തേഡ്സാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മെത്തേഡാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഞാൻ ഒരു വട്ടം പരീക്ഷിച്ച് വിജയിച്ച മെത്തേഡാണ് കേട്ടോ. ഓൾറെഡി നമ്മുടെ കിഡ്സ് ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഗ്ലൂ ആണ്. ഒന്നതാ ഈ ക്യാമലിൻ്റെ ഗ്ലൂ. എൻ്റെ അറിവിൽ ഇത് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ, നോൺ ടോക്സിക്കും പിന്നെ ടോക്സിക്കും. അതിൽ നോൺ ടോക്സിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് 300 ml ഒരു പാക്കാണ്, 45 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും അല്പം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിക്കോ. അടുത്തതായിട്ട് നമ്മൾ ഈ ഗ്ലൂ ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അത് അല്പാൽപമായിട്ട് നമുക്കിങ്ങനെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ആദ്യം കുറച്ച് ഒഴിക്കുക, നന്നായി മിക്സ് ചെയ്യുക, പിന്നെയും കുറച്ച് ഒഴിക്കുക, പിന്നെയും മിക്സ് ചെയ്യുക. അപ്പോൾ അതേപോലെ ഒരു 4-5 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മെത്തേഡിലെ സ്ലൈം ഇത് അവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഒരു മെത്തേഡാണ് കേട്ടോ. കാരണം നമുക്ക് 100% സക്സസ് ആയിട്ടുള്ള ഒരു സ്ലൈമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു സ്ലൈമിൻ്റെ സ്ട്രക്ചർ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു മെത്തേഡിന് നമുക്ക് 10ൽ 10 മാർക്ക് തന്നെ കൊടുക്കാം കേട്ടോ. ഇനി ഇത് എത്ര നാൾ കേടുകൂടാതിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. നമുക്ക് അടുത്ത മെത്തേഡ് എന്താണെന്ന് കണ്ടു നോക്കാം. അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? സെൻറ്റർ ഫ്രഷ്. അപ്പോൾ നമ്മൾ കവറൊക്കെ പൊട്ടിച്ച് സെൻറ്റർ ഫ്രഷ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ജെല്ല് പോലുള്ളൊരു സംഭവമുണ്ട്, അത് നമുക്ക് വേണ്ട കേട്ടോ. അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലും കുറച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവും, അത് കുഴപ്പമില്ല. പറ്റാവുന്ന അത്ര മാക്സിമം നമ്മൾ റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കാൻ പോവാണ്. സാധാരണ വെള്ളത്തിലല്ല, ഒരു ചെറു ചൂടുവെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് വർക്കൗട്ട് ആവുമെന്ന്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ചൂയിങ്ങൊക്കെ കഴിക്കുമ്പോൾ കുറേ നേരം വാലിട്ട് ചവച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്ലൈമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കളിക്കാനൊക്കെ പറ്റും, കുഴപ്പമില്ല കേട്ടോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് ഹാർഡായി പോകുന്നുണ്ട്. കുറച്ച് നേരം നമ്മൾ ഇതേപോലെ കളിച്ച് കഴിയുമ്പോൾ അത് ഹാർഡായി പോവും. പിന്നെ വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ഇതിന് ഞാനൊരു 10ൽ 6 മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അടുത്ത 2 മെത്തേഡിൽ നമ്മൾ ആക്ടിവേറ്റർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. 2 തരത്തിലുള്ള ആക്ടിവേറ്ററാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, സ്ലൈം ആക്ടിവേറ്റർ. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഡിറ്റർജൻ്റ് ആണ്. ഏത് ഡിറ്റർജൻ്റ് ആയാലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ നമ്മുടെ ഉപ്പ്, അതിലേക്ക് 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആക്ടിവേറ്റർ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ സാധാരണ ഗ്ലൂ ആണ്. ഇതിന് 10 രൂപയുള്ളൂ കേട്ടോ ഈ ഒരു ഗ്ലൂവിന്. അതിൽ നിന്നും കുറച്ച് ഞാൻ ഈ ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി നമുക്ക് അല്പാൽപമായിട്ട് നമ്മുടെ ആക്ടിവേറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും 1 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 2-3 ടീസ്പൂൺ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ വേർതിരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം.
അപ്പോൾ അതാണ് നമ്മുടെ സ്ലൈം കേട്ടോ. ബാക്കിയുള്ള ഭാഗം വെള്ളം പോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലൈമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്ലൈമിൻ്റെ പോലെ വലിച്ചു നീട്ടാനൊന്നും പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു മെത്തേഡിൽ സ്ലൈം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്ലൂ ആവശ്യമായിട്ട് വരും. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് അത്ര പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തതും നമ്മളൊരു ആക്ടിവേറ്ററാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിറ്റർജൻറ്റിന് പകരം പാത്രം കഴുകുന്ന സോപ്പില്ലേ, ലിക്വിഡ് സോപ്പ്, അതാണ് കേട്ടോ. ഇളക്കി എൻ്റെ കൈ അടച്ചു എന്നല്ലാണ്ട് ഇതൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് അട്ട ഫ്ലോപ്പാണ്, ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ടെസ്റ്റ് ചെയ്തിട്ട് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അടുത്ത മെത്തേഡ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അലോവേര സ്ലൈമാണ്. ഫ്രഷ് അലോവേരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സാവധാനം അതിൻ്റെ ജെല്ലൊക്കെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ മറ്റു പല വീഡിയോസിലും കണ്ടിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അവരൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി സ്ലൈമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, കുറേ നേരമായിട്ട് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും 100% ഫെയിലിയർ മെത്തേഡാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കാർക്കെങ്കിലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണെന്ന് അറിയില്ലല്ലോ. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ പെർഫെക്റ്റ് ഒരു സ്ലൈമാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്കെന്തായാലും അത് ശരിയായിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് മെത്തേഡിലേക്ക് നമ്മൾ കിടക്കാണ്. അപ്പോൾ ഇതിന് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് കോൺഫ്ലോർ, പിന്നെ വെള്ളം. അപ്പോൾ ആദ്യം ഞാൻ ഈ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കളർ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് അല്പാൽപമായിട്ട് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3-4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഇത് ഇപ്പോൾ ബൗളിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നുണ്ടാകും നന്നായി കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളിത് കയ്യിലേക്ക് എടുത്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, വെള്ളം പോലെ അങ്ങോട്ട് അലിഞ്ഞ് താഴത്തേക്ക് പോവാണ്. ബൗളിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല കട്ടയായിട്ട് ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ കയ്യിലേക്ക് എടുക്കുമ്പോൾ അത് അങ്ങോട്ട് അലിഞ്ഞങ്ങോട്ട് ഇല്ലാണ്ടായി പോവാണ്. സൂപ്പറായിട്ടുണ്ട്, നല്ലൊരു ഫീലാണ് കേട്ടോ. സ്ലൈം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു റിലാക്സിങ് ടോയ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, അപ്പം നമ്മൾ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ അത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് എടുത്ത് വരുമ്പോഴേക്കും അത് അലിഞ്ഞ് താഴത്തേക്ക് അങ്ങോട്ട് പോവാണ്. എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ 6 മെത്തേഡ്സ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ 2 നമ്മൾ 10-ൽ 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 2 ഒരു ആവറേജ് പോലെയാണ് വന്നത്. ബാക്കി 2 അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് ഈ കോൺഫ്ലോറിൻ്റെ സ്ലൈമും പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയില്ലേ ഈ യെല്ലോ സ്ലൈം, അതും കേട്ടോ. അതും 2 പെർഫെക്റ്റാണ്. പിന്നെ ഈ യെല്ലോ സ്ലൈം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അത് ഒരു 2 ദിവസമൊക്കെ അതേപോലെ തന്നെ ഇരുന്നു കേട്ടോ. പുറത്താണ് ഞാൻ വെച്ചിരുന്നത്, എയർ ടൈറ്റ് കണ്ടെയ്നറിലൊന്നല്ല വെച്ചിട്ടുണ്ടായിരുന്നത്, ഫ്രിഡ്ജിലൊന്നല്ല. ഇനി അതേപോലെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ നാൾ ഇരിക്കുമായിരിക്കും.
എന്തായാലും 2 ദിവസം ഒരു കുഴപ്പമില്ലാതെ പുറത്ത് ഇരുന്നിട്ട് മോള് കളിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള മെത്തേഡ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെറുതെ പൈസ ഒന്നും ചിലവാക്കി സാധനങ്ങളും കളഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ 2 മെത്തേഡ്സും 100% സക്സസ് ആയിരിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.